നമസ്കാരം. വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ ചാറ്റ് വിവരങ്ങളടങ്ങിയ നിർണായക തെളിവുകൾ ഹൈക്കോടതിയും പോലീസ് അറിയിച്ചു. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരും മുമ്പ് ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു പോലീസ്. സുഗാന്തിന്റെ ഐഫോണിലെ ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടിയോട് എന്ന് ആത്മഹത്യ ചെയ്യുമെന്നും ഇതിനുശേഷം വേണം തനിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കാനെന്നും സുഗാന്ത് പറയുന്ന ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയത്. സുഗാന്തിന്റെ ഇത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് പെൺകുട്ടി മറുപടി നൽകിയതും കണ്ടെത്തിയിട്ടുണ്ട്. ടെലിഗ്രാമിലൂടെയാണ് ഇരുവരും ചാറ്റ് ചെയ്തതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. സുഗാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടിരുന്നതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനിടയിലാണ് ചാറ്റ് പുറത്താകുന്നത്. സുഗാന്തിന്റെ ഐഫോണിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന തെളിവുകൾ ലഭിച്ചത്. നീ എന്ന് മരിക്കും എന്നതുൾപ്പെടെ മനസാക്ഷിയില്ലാത്ത ചോദ്യങ്ങളും രൂക്ഷ ഭാഷയുമാണ് സന്ദേശങ്ങളിലുള്ളത്. യുവതിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിന്റെ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഇയാളുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. എന്ന് മരിക്കുമെന്ന സുഗാന്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതി മറുപടി നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 9 ടെലിഗ്രാം ആപ്പിലൂടെ ഈ സംഭാഷണം നടന്നത്. അതിങ്ങനെയായിരുന്നു. സുഗാന്ത് പറയുന്നത്, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടി നൽകുന്നു. നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് സുഗാന്ത് വീണ്ടും മറുപടി. എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഇതിന് യുവതി മറുപടി നൽകുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് യുവതി ചോദിക്കുമ്പോൾ നീ പോയി ചാകണമെന്ന് സുഗാന്ത് മറുപടി നൽകുന്നു. നീ എന്ന് ചാകുമെന്ന് സുഗാന്ത് ചോദിക്കുന്നു. ഓഗസ്റ്റ് 9 ഞാൻ മരിക്കുമെന്നും യുവതി പറയുന്നു. സുഗാന്തിന്റെ ഐഫോൺ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടിച്ചെടുത്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടെലിഗ്രാം ചാറ്റിന്റെ വിവരങ്ങൾ ലഭിച്ചത്. തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് സുഗാന്ത് പലവട്ടം പെൺകുട്ടിയോട് പറഞ്ഞു. ഒടുവിൽ ഗതികെട്ടാണ് ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് പെൺകുട്ടി മറുപടി നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ ചാറ്റോടെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജിയിൽ സുഗാന്ത് ഉയർത്തിയ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. വിവാഹത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കാത്തതാണ് ആത്മഹത്യ കാരണമെന്നായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജിയിൽ പറഞ്ഞത്. ഈ ചാറ്റ് അതിന് വിരുദ്ധമാണ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിലാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. മരണം നടന്ന് 2 മാസമായിട്ടും പ്രതിപട്ടികയിലുള്ള സുഗാന്ത് സുരേഷിനെ പോലീസ് പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടിരുന്നു. അന്വേഷണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ലൈംഗിക പീഡനത്തിന് തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ മാർച്ച് 24 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയ IB ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പരാതി. IB ഉദ്യോഗസ്ഥയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിന്റെ വീട്ടിൽ മാതാപിതാക്കൾ തിരിച്ചെത്തിയിരുന്നു. വട്ടക്കുളം പഞ്ചായത്തിലെ ചന്തക്കുന്നിന് സമീപമുള്ള വീട് 2 മാസത്തോളമായി അടച്ചിട്ട നിലയിലായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇവരെത്തിയത്. ഇതോടെ ചെറുതും വലുതുമായ 8 പശുക്കൾ, ഒരു വളർത്തുനായ, കോഴികൾ എന്നിവയെല്ലാം പട്ടിണിയിലായിരുന്നു. വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, വാർഡംഗം ES സുകുമാരൻ എന്നിവരും പരിസരവാസികളും എത്തി കുറച്ചു ദിവസം ഇവയെ സംരക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടർ NM മായും പ്രത്യേക യോഗം ചേർന്ന് ഇവയെ വട്ടക്കുളം ഡെയറി ഫാം അസോസിയേഷന്റെ സഹായത്തോടെ വട്ടക്കുളം ചേകന്നൂർ റോഡിലെ ഫാമിലിക്ക് മാറ്റുകയായിരുന്നു. അന്നു മുതൽ അസോസിയേഷൻ പ്രവർത്തകനായ തൈക്കാട്ടെ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ഇവയെ സംരക്ഷിച്ചിരുന്നത്. പിന്നീട് സുഗാന്ത് സുരേഷിന്റെ മാതാപിതാക്കൾ പോലീസിന് മുന്നിൽ നേരിട്ട് ഹാജരായതോടെയാണ് ഇവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഡെയറി ഫാമിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ ഏറ്റുവാങ്ങുകയും ചെയ്തു.